ഹിജറ വർഷത്തിലെ ഷഅബാനിന്റെയും ഷവ്വാലിന്റെയും ഇടയിലുള്ള മാസമാണ് റമദാൻ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ് റമദാൻ. റമദാൻ മാസത്തിൽ മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. എല്ലാ വിശ്വാസികൾക്കും നോമ്പ് സുന്നത്താണ്. ഇസ്ലാമിക വിശ്വാസികളിൽ ആത്മീയതയുടെയും സക്കാത്ത് കർമ്മങ്ങളുടെയും ഒരു പുണ്യകാലമാണ് റമദാൻ. നവൈത്തു സൗമദീൻ അൻ അദായി ഫർൾ റമദാനി ഹാദി സനത്തി ലില്ലാഹി തആല. ഇക്കൊല്ലത്തെ അദാ ആയ ഫർളായ റമദാൻ മാസത്തിലെ ഇന്നത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. ഇതാണ് നോമ്പിന്റെ നിയത്ത്. വെളുപ്പിന് സുബഹ് ബാങ്കിന് മുൻപ് അത്താഴം കഴിച്ച് നിയത്ത് വെച്ച് നിസ്കരിക്കുന്നതോടുകൂടി നോമ്പ് തുടങ്ങുന്നു. വ്രതമനുഷ്ഠിക്കുന്നതിനൊപ്പം ഖുർആൻ പാരായണത്തിനും സക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും വിശ്വാസികൾ ഈ മാസത്തിൽ പ്രാധാന്യം നൽകുന്നു. 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദ്റും റമദാനിലാണെന്നാണ് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നത്. അവിശ്വാസത്തിനും അധർമ്മത്തിനുമെതിരെ വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും പതാക ഉയർന്ന ബദറിന്റെ മാസം കൂടിയാണ് റമദാൻ എന്നാണ് വിശ്വാസം. ബദർ യുദ്ധം നടന്നത് റമദാൻ 17-നാണ്. മക്ക വിജയവും റമദാനിലാണ്. തെറ്റായ വാക്കുകളോ ദുഷ്പ്രവൃത്തികളോ ഉദ്ദേശങ്ങളോ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് പോലും നോമ്പിനെ നശിപ്പിക്കുമെന്നാണ് വിശ്വാസം. റമദാനിലെ നോമ്പ് ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്നാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായ അടിസ്ഥാന ആരാധനാ കർമ്മങ്ങളാണിവ. നോമ്പ് ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല, ആളുകളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ആത്മീയ പ്രവൃത്തി കൂടിയാണ് എന്നാണ് വിശ്വാസം. സൂര്യാസ്തമയ സമയത്ത് നോമ്പ് തുറ, അതായത് ഇഫ്താർ എന്നറിയപ്പെടുന്ന ഭക്ഷണത്തോടെ ആളുകൾ നോമ്പ് തുറക്കുന്നു. ഈ ഭക്ഷണത്തിൽ പലപ്പോഴും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നോമ്പ് തുറക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമായ ഈത്തപ്പഴം, കാരക്ക എന്നിവ ഉൾപ്പെടുന്നു. കാരക്ക ചീള് കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് എന്നാണ് വിശ്വാസം. ഇഫ്താറിന് ശേഷവും വിശ്വാസികൾ പ്രാർത്ഥനകളിലും മറ്റ് ആരാധനകളിലും ഏർപ്പെടുന്നു. ശാരീരികമായും മാനസികമായും അസ്വസ്ഥതകളില്ലാത്തതും കഴിവുള്ള എല്ലാ മുതിർന്നവരും റമദാനിൽ വ്രതം എടുക്കേണ്ടതാണ്. രോഗികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് ഇതിൽ ഇളവുകളുണ്ട്. അവർക്കത് പിന്നീട് പിടിച്ചുവിട്ടാം. റമദാൻ നോമ്പിൽ പ്രഭാതത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും മാത്രമേ ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളൂ. പ്രഭാതത്തിന് മുൻപുള്ള ഭക്ഷണത്തെ സുഹൂർ എന്നും അസ്തമയത്തിന് ശേഷമുള്ള ഭക്ഷണത്തെ ഇഫ്താർ എന്നും വിളിക്കുന്നു. സാധാരണയായി സുഹൂർ സമയത്ത് ഉയർന്ന ഊർജവും ജലാംശവും നൽകുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കാനും ഇഫ്താർ സമയത്ത് ഈത്തപ്പഴവും വെള്ളവും ഉപയോഗിച്ച് നോമ്പ് തുറക്കാനുമാണ് പറയുന്നത്. റമദാൻ നോമ്പുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ചില പൊടിക്കൈകളുണ്ട്. നോമ്പില്ലാത്ത സമയങ്ങളിൽ പരമാവധി ജലാംശം നിലനിർത്തുക. സുഹൂർ, ഇഫ്താർ എന്നീ സമയങ്ങളിൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കുകയോ പഞ്ചസാരയോ വറുത്തതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസിനായി ഇന്ന് തന്നെ ഫ്രഷ് ഒപ്പീനിയൻ ഷോ സബ്സ്ക്രൈബ് ചെയ്യുക.